രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ഇരിപ്പ് എനിക്ക് സ്ഥിരമുള്ളതാണ് കേട്ടോ. അതും എൻ്റെ വീട്ടിൽ വന്ന് ഞാനിങ്ങനെ ഇറയത്ത് ഇങ്ങനെ കുറച്ചധികം നേരം രാവിലെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ആ സമയത്തായിരിക്കും അമ്മ മുറ്റൊക്കെ അടിച്ച് വരുന്നത് കേട്ടോ. അങ്ങനെ അമ്മ മുറ്റൊക്കെ അടിച്ച് വാരി പോയി. പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നശിച്ചു പോയി. കാരണം കല്യാണം ആയത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് കുറേ ഇങ്ങനെ കരിഞ്ഞും ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ച് ചെടി മാത്രമേ ഉള്ളൂ വീട്ടിൽ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പല്ലൊക്കെ തേച്ചു. ഇനി ചായ കുടിക്കണം. ചായക്ക് ഞാൻ നൂഡിൽസാട്ടോ കഴിച്ചത്. ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. എല്ലാ റൂമും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എൻ്റെ റൂം ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്കായിട്ട് വെച്ചതായിരുന്നേ. പിന്നെ എന്താ കല്യാണം ആയതുകൊണ്ട് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ കുറേ അധികം അലക്കിയ ഡ്രസ്സുകളൊക്കെ മടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ മടക്കി വെക്കാനായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ്. അനിയത്തിമാർക്ക് പ്രത്യേകിച്ചും അലക്കിയ ഡ്രസ്സ് മടക്കി വെക്കാനായിട്ട് മടിയാട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വെക്കണം. പിന്നെ റൂമൊക്കെ ഒന്ന് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് കേട്ടോ. എങ്ങനെ ഒതുക്കിയാലും ഒതുങ്ങാത്തൊരു റൂമാണ് കേട്ടോ എൻ്റേത്. പിന്നെന്താ ഈ ഒരു ആൽബം ഞാൻ പഠിക്കുന്ന സമയത്ത് സൂര്യ ഫാനായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കളക്ട് ചെയ്തിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ആവശ്യമില്ലാത്തതും ഉള്ളതുമായിട്ട്. പിന്നെന്താ കുറേ നാൾ മുന്നത്തെ മരുന്നിൻ്റെ കുപ്പികളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കത്തിച്ച് കളയണം. പിന്നെ വീടൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പം ഞാൻ വേഗം ചെയ്തെടുക്കുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനങ്ങനെ ഈ ഒരു സൈഡ് വൃത്തിയാക്കി എന്ത് പണിയെടുക്കുമ്പോഴും ഞാനത് മുഴുവിപ്പിക്കാറില്ല കേട്ടോ. ബാക്കി അമ്മ തന്നെയാണ് വന്ന് ചെയ്യേണ്ടി വന്നത്. ഞാനത് പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കടയിൽ കയറിയിട്ട് ഇവിടെ നമുക്ക് വിലക്കുറവിന് കുറേ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. പിന്നെ ഇവന്മാർക്ക് സാരിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കല്യാണത്തിന്. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവർ വന്നിട്ട് അവർക്ക് സാരികളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട സാരികളൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ സാരി വാങ്ങിച്ച് ഇറങ്ങിയിട്ട് അപ്പോഴേക്കിനും ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ള. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക്.